ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ ആർ എൻ. സോ നമ്മൾ ആർ എന്നിലെ രണ്ട് വെക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എപ്പോഴാണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് അഥവാ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്ന ഡെഫിനിഷൻ. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 എക്സെട്ര vp ഇൻ ആർ എൻ. സോ ഞാൻ ആർ എൻ കൺസിഡർ ചെയ്യുന്നു. ആർ എന്നിലെ n ടപ്പിൾസ്, ആർ എന്നിലെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറിന്റെ വെക്ടേഴ്സിന്റെ ഒരു കളക്ഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, v1 v2 എക്സെട്ര vp. അതായത് ഈ ഓരോന്നും വെക്ടേഴ്സ് ആണ് ഓഫ് n ടപ്പിൾസ്, n എലമെന്റ്സ്, n ടപ്പിൾസ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് ഈ v1ഉം v2ഉം എക്സെട്ര vp. സോ ഞാൻ ജസ്റ്റ് ഒരു p എലമെന്റ്സിന്റെ എത്ര വെക്ടേഴ്സ് ആയാലും കുഴപ്പമില്ല, ഒരു p വെക്ടേഴ്സിന്റെ കളക്ഷൻ എടുത്തിരിക്കുകയാണ്. And that set of vectors is said to be linearly independent. Okay, ആ set of vectors നെ linearly independent എന്ന് പറയണമെന്നുണ്ടെങ്കിൽ if the vector equation x1 v1 plus x2 v2 plus etc plus xp vp equal to 0 has only the trivial solution x1 equal to 0, x2 equal to 0, etc xp equal to 0. സോ ഈ v1 v2 എക്സെട്ര vp എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വെക്ടേഴ്സ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാണ്. x1 v1 പ്ലസ് x2 v2 പ്ലസ് എക്സെട്ര പ്ലസ് xp vp. ഈ x1 x2 എക്സെട്ര xp എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. ഓക്കെ, v1 v2 എക്സെട്ര vp ഈ വെക്ടേഴ്സ്. സോ ഞാൻ ഇങ്ങനെ ഒരു വെക്ടർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, x1 v1 പ്ലസ് x2 v2 പ്ലസ് എക്സെട്ര പ്ലസ് xp vp ഈക്വൽ ടു 0. ഈ വെക്ടർ ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരേ ഒരു സൊല്യൂഷൻസേ കാണാവുള്ളൂ, ഒരേ ഒരു സൊല്യൂഷനെ കാണാവുള്ളൂ. ഏതാണ് സൊല്യൂഷൻ? x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0, എക്സെട്ര xp ഈക്വൽ ടു 0. ഈ വേരിയബിൾസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഈ വെക്ടർ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഗിവൺ വെക്ടേഴ്സ് v1 v2 എക്സെട്ര vp ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, എന്നാൽ ഇനി ലീനിയർലി നമുക്ക് ഇതെങ്ങനെയാണ് ഈ വെക്ടർ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നോക്കാം. എനിവേ, നെക്സ്റ്റ് ഡെഫിനേഷൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യമായിരിക്കുമല്ലോ ലീനിയർലി ഡിപെൻഡന്റ്. ഓക്കെ, the set v1 v2 etc vp is said to be linearly dependent if there exist scalars c1 c2 etc cp not all zero. സ്കെയിലാർസ് എല്ലാം ഒരുമിച്ച് 0 ആകാൻ പാടില്ല. such that c1 v1 plus c2 v2 plus etc plus cp vp is equal to 0. ഓക്കെ, ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ കുറച്ച് ഇപ്പം പി വെക്ടേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ കറസ്പോണ്ടിംഗ്ലി പി സ്കെയിലാർസ് എക്സിസ്റ്റ് ചെയ്യണം. അതിലെല്ലാം 0 ആകാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ 0 ആയാലും കുഴപ്പമില്ല, ഇനി എല്ലാം നോൺ 0 ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാ കോൺസ്റ്റൻസും ഒരുമിച്ച് 0 ആകാൻ പാടില്ല. സച്ച് ദാറ്റ് ഈ വെക്ടർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര പ്ലസ് cp vp നമ്മൾ എടുക്കുമ്പോൾ 0 ആയിരിക്കണം. എന്നാൽ ഈ സ്കെയിലാർസ് എല്ലാം 0യും അല്ല. ഓക്കെ, അതായത് നമ്മളിപ്പം ലീനിയർലി ഇൻഡിപെൻഡന്റ് കേസിൽ എന്താണ് പറഞ്ഞത്? ഈ വെക്ടർ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അതായത് എല്ലാ കോഎഫിഷ്യൻസും 0 ആയിരിക്കണം എന്ന്. ഇവിടെയും അത് തന്നെയല്ലേ, ഈ സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്തത്. ഈ x1 x2 എക്സെട്ര xp സോൾവ് ചെയ്തെടുക്കുമ്പോൾ അത് സ്കെയിലാർസ് ആണ്, നമുക്ക് സം കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അതിന് വരിക. ആ കോൺസ്റ്റന്റ്സ് എല്ലാം ഇവിടെ 0 ആയിരിക്കണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. ഇനി ലീനിയർലി ഡിപെൻഡന്റ് കേസ് പറഞ്ഞാൽ നമ്മൾ ഇതേ വെക്ടർ ഇക്വേഷൻ ഉപയോഗിച്ച് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെയും പറയാം. ഈ x1 v1 പ്ലസ് x2 v2 പ്ലസ് എക്സെട്ര പ്ലസ് xp vp ഈക്വൽ ടു 0 എന്ന് പറയുന്ന വെക്ടർ ഇക്വേഷന് എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഈ x1 x2 എക്സെട്ര xp എന്ന് പറയുന്ന വേരിയബിൾസിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ 0 ആയിരിക്കണം. അത് തന്നെയാണ് ഇവിടെ x1 x2 എക്സെട്ര xp ഈ വെക്ടർ ഇക്വേഷൻ വരാൻ ജസ്റ്റ് കോൺസ്റ്റൻസ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞ രീതി വേറെയാണെന്നേ ഉള്ളൂ. അതായത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ സെയിം വെക്ടർ ഇക്വേഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് അറ്റ്ലീസ്റ്റ് വൺ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അതായത് എല്ലാ വേരിയബിൾസും 0 അല്ലാത്ത അറ്റ്ലീസ്റ്റ് ഒരു വേരിയബിളിനെങ്കിലും നോൺ 0 വാല്യൂ വരുന്ന ഒരു സൊല്യൂഷൻ അതിന് എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാലും മതി നിങ്ങൾ ഡെഫിനിഷൻ. എനിവേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ വെക്ടർ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ എല്ലാ വേരിയബിൾസും 0 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും വെക്ടേഴ്സ്. ഇനി ഈ വെക്ടർ ഇക്വേഷന് അറ്റ്ലീസ്റ്റ് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ x1 x2 എക്സെട്ര xp എന്ന് പറയുന്ന വേരിയബിൾസിൽ ഏതെങ്കിലും നോൺ 0 ആയിട്ട് വരുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെക്ടേഴ്സ് v1 v2 എക്സെട്ര vp എന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ചെക്ക് വെദർ ദ വെക്ടേഴ്സ് 3 2 6 2 രണ്ട് കോളം വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ R2. ക്ലിയർലി ഇത് R2 വെക്ടേഴ്സ് ആണ്. സോ നമുക്ക് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും ഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും എന്താണെങ്കിലും നമ്മൾ ആ വെക്ടർ ഇക്വേഷൻ എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് നോക്കും. അതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ പറയും അത് ലീനിയർലി ഡിപെൻഡന്റ് എന്ന്. അങ്ങനെയാണ് ചെയ്യുന്ന രീതി.
സോ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിന് ഇവിടെ പേരൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പേര് കൊടുത്തു. ലെറ്റ് v1 ഈക്വൽ ടു കോളം വെക്ടർ 3 2, v2 ഈക്വൽ ടു കോളം വെക്ടർ 6 2. ഇനി രണ്ട് വെക്ടേഴ്സ് ആണ്. സോ കറസ്പോണ്ടിംഗ്ലി രണ്ട് വേരിയബിൾസ് x1 ഉം x2 ഉം എടുത്തിട്ട് ഞാൻ ഒരു വെക്ടർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് x1 v1 പ്ലസ് x2 v2 is equal to 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് x1 ഇൻറ്റു x1 x2 നമുക്ക് കണ്ടുപിടിക്കണം. v1 കൊടുക്കുന്നു 3 2 പ്ലസ് x2 ഇൻറ്റു v2 is 6 2 is equal to 0. 0 എന്ന് പറയുമ്പോൾ ഇതിവിടെ രണ്ട് വെക്ടേഴ്സിന്റെ സം അല്ലേ ഇങ്ങനെ എടുത്തിരിക്കുന്നത്, സ്കേലാർ മൾട്ടിപ്പിളിന്റെ. സോ അതുകൊണ്ട് തന്നെ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 വെക്ടർ കൊടുക്കണം R2-ല്. ഓക്കെ, സോ കോളം വെക്ടർ 0 0. ഇനി ഇതെന്താവും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, x1 എന്ന് പറയുന്ന സ്കെയിലർ ആണ്. വേരിയബിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തെങ്കിലും ആക്ച്വലി അതിന് സ്കെയിലർ വാല്യൂ ഇല്ലേ വരിക, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. എന്താണ് വരിക, 3x1 2x1 പ്ലസ് 6x2 2x2 is equal to 0 0. സോ ആഡ് ചെയ്യുക മെട്രിക്സ്. സോ എന്ത് വരും, 3x1 പ്ലസ് 6x2 2x1 പ്ലസ് 2x2 is equal to 0 0. സോ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും, രണ്ട് ഇക്വേഷൻസ് കിട്ടും. 3x1 പ്ലസ് 6x2 equal to 0, 2x1 പ്ലസ് 2x2 equal to 0, which is a system of equations. So ഇത് x1 x2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. സോ ഇതിനെ മെട്രിക്സ് നൊട്ടേഷനിൽ നമ്മൾ എഴുതിയാൽ, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇത് എടുക്കാൻ വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ഇതെല്ലാം ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്, എന്നാലും എനിക്ക് ബാക്കി എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇൻ മെട്രിക്സ് നൊട്ടേഷൻ AX ഈക്വൽ ടു ബി. മെട്രിക്സ് നൊട്ടേഷനിൽ നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, AX ഈക്വൽ ടു ബി എന്ന് എഴുതാം. അതിൽ A എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതായത് ഈ കോഎഫിഷ്യൻസ് എടുക്കുക, x1 x2 കോഎഫിഷ്യന്റ്. സോ എന്ത് വരും, ഫസ്റ്റ് 3 6 വരും. സെക്കൻഡ് ഇക്വേഷനിൽ x1 x2 കോഎഫിഷ്യന്റ് എന്ത് വരും, 2 2. അത് അതേ ഓർഡറിൽ തന്നെ എഴുതി. സോ A എന്ന് പറയുന്നത് ഇത്, AX ഈക്വൽ ടു ബിയിൽ A അതാണ്. X എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ഓഫ് ഇവിടുത്തെ വേരിയബിൾസ് ഏതാണ്, x1 x2, അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ വാല്യൂസ് ആണ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. ബി എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും, 0 0 വരും. ഓക്കെ, സോ വേറെ A ഈസ് ഈക്വൽ ടു, ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുന്നുള്ളൂ. ഇതിൽ A എന്ന് പറയുന്ന മെട്രിക്സ് 3 6 2 2, X ഈസ് കോളം മെട്രിക്സ് x1 x2, B ഈസ് കോളം മെട്രിക്സ് 0 0. ഇനി നമ്മളിത് നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുകയാണ്. AB എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ്, അതായത് എയോട് കൂടി ബിയും അറ്റാച്ച് ചെയ്യുന്നു. സോ A ആദ്യം എഴുതുന്നു 3 6 2 2, അതിനോട് കൂടി ഈ B എന്ന് പറയുന്ന മെട്രിക്സും കൂടെ അടുത്ത കോളമായിട്ട് കൊടുക്കുന്നു 0 0. ഇനി നിങ്ങൾക്കറിയാം AX ഈക്വൽ ടു ബി എന്നാണെങ്കിൽ ഇവിടെ B എന്ന് പറയുന്നത് 0 ആവരുത്. സോ AX ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ആ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, A മാത്രം എടുത്താൽ നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി ഹോമോജനസ് ഇക്വേഷൻ വരുമ്പോൾ. ഓക്കെ, ഇവിടെ ഞാൻ സാധാരണ ജനറൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പക്ഷേ 0 വന്നു കഴിഞ്ഞാലും ഇതുപോലെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. A മാത്രം എടുത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും A മാത്രം എടുത്ത് ചെയ്താൽ മതി. ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് എഴുതണം എന്നില്ല. AX ഈക്വൽ ടു ബി, AX ഈക്വൽ ടു 0 വരുന്ന കേസിൽ. എനിവേ ഞാൻ ഇപ്പൊ 0യും കൂടെ എഴുതി നമ്മൾ ചെയ്തു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവസാനം നമ്മൾ പിന്നെ ഇതിനെ റെഡ്യൂസ്ഡ് എക്കിലോൺ ഫോമിൽ ആക്കിയതിന് ശേഷം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന മെട്രിക്സ് B എന്ന് പറയുന്നത് അപ്പോഴും 0 തന്നെ വരും. കാരണം എന്ത് ഓപ്പറേഷൻ ചെയ്താലും ആ 0 0 എന്ന് പറയുന്ന കോളത്തിന് വ്യത്യാസമൊന്നും വരില്ല. സോ നിങ്ങൾക്ക് A മാത്രം എടുത്ത് റെഡ്യൂസ് ചെയ്യാം, ഇപ്പുറത്ത് B എന്ന് പറയുന്ന മെട്രിക്സ് 0 ആയതുകൊണ്ട്. എനിവേ ഞാൻ AB എന്ന് എഴുതി ചെയ്യുന്നു, കാരണം എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിച്ചത് എന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ച രീതി ഫോളോ ചെയ്താലും മതി. ഓക്കെ, എനിവേ ഞാനിവിടെ AB ജനറൽ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യുകയാണ്. ഇനി അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയെ 1 ആക്കണം, ഈ 3യെ 1 ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് റോയെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ അപ്പോൾ ഈ 3യെ 1 ആക്കാൻ വേണ്ടി ഫസ്റ്റ് റോയെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം എൻട്രീസിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വലൻ ടു, എങ്ങനെ എഴുതും, ഫസ്റ്റ് റോയെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 2 3/3 1 വരും, 6/3 2 വരും, ആൻഡ് 0/3 0. സെക്കൻഡ് റോ അതുപോലെ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് എന്താണ്, ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഫസ്റ്റ് റോയിൽ 1 ആക്കി, ഇനി അതിന്റെ താഴത്തുള്ള എലമെന്റിനെ 0 ആക്കണം. സോ ഈ 2നെ 0 ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, R2 - 2 ടൈംസ് R1. സോ അത് മൊത്തത്തിൽ ചെയ്യും. സോ ഇത് എന്താവും, 0 - 2 0. ഈ റോ ഓപ്പറേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ കമന്റ് ചെയ്താൽ മതി. സോ എന്ത് വരും, 2 - 2 0 വരും. അതേപോലെ -2 - 2 × 2 -2 മൈനസ് ഓക്കെ R2 - 2 R1. സോ -2 - 2 × 2. സോ -2. ഓക്കെ, സോറി ഞാൻ ഇവിടെയാണ് ഓപ്പറേഷൻ ചെയ്തത്, സോറി. ഓക്കെ, -2 അല്ല, സോറി, 2 - 2 ടൈംസ് 2. സോ 2 - 4 ദാറ്റ് ഈസ് -2 വരും. ഓക്കെ, അങ്ങനെ. സോ ഓപ്പറേഷൻസ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ 1ന്റെ താഴെയുള്ള എൻട്രി 0 ആയി. ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് -2 ആണ്. അതിനെ 1 ആക്കാൻ വേണ്ടി ഈ റോയെ ഫുള്ള് -2 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ അടുത്ത ഓപ്പറേഷൻ R2/-2 ചെയ്തപ്പോൾ ഇവിടെ 1 വരും.
നെക്സ്റ്റ് എന്താണ്, ഇവിടെ 1 വന്നു. ഇനി അതിന്റെ മേളിലുള്ള ഈ എൻട്രി 0 ആക്കണം 2-ന്. അതുകൊണ്ട് R1 മൈനസ് 2 R2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇനി നമുക്ക് ഫർദർ ആയിട്ടൊന്നും ചെയ്യാനില്ല. സോ ഇവിടെ ഇതെന്താണ്, ഫസ്റ്റ് കോളം x1ന്റെ കറസ്പോണ്ടിങ് ആണ്, സെക്കൻഡ് കോളം x2ന്റെ കറസ്പോണ്ടിങ് ആണ്, തേർഡ് കോളം b ആയിട്ട് വരും. ഓക്കെ. സോ ഇവിടെ നമ്മൾ നോക്കിയ x1ഉം x2ഉം ബേസിക് വേരിയബിൾസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഈ ബേസിക് വേരിയബിൾസ് ഫ്രീ വേരിയബിൾസും പറയുന്നതെന്ന് വെച്ചാൽ, ബേസിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളംസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയും 1 0 എന്ന് പറയുന്നത് 2/2 ഐഡന്റിറ്റി മെട്രിക്സിലുള്ള ഒരു കോളമാണ്. ഇനി x2ന്റെ കറസ്പോണ്ടിങ് കോളം 0 1 ആണ്, അതായത് 2/2 ഐഡന്റിറ്റി മെട്രിക്സിലുള്ള ഒരു കോളമാണ്. ഈ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് കോളംസ് ആയിട്ട് വരുന്നത് നമുക്കറിയാം. ഈ x1 എന്ന് പറയുന്ന കോളം, x2 എന്ന് പറയുന്ന കോളം, x1 എന്ന് പറയുന്നത് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് കോളം, x2നെ റെപ്രസെന്റ് ചെയ്യുന്നത് സെക്കൻഡ് കോളം നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് രണ്ട് വേരിയബിൾസ് x1 x2 ഇവിടെ എന്താണ് ബേസിക് വേരിയബിൾസ് ആണ്. കാരണം രണ്ട് കോളവും എന്താണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളംസ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ബേസിക് വേരിയബിൾസ് എന്നാണോ നിങ്ങൾ ഇവിടെ പിവോട്ട് കോളംസ് x1ഉം x2ഉം, x1ന്റെ കോളവും കറസ്പോണ്ടിംഗ്ലി x2ന്റെ കോളവും പിവോട്ട് കോളംസ് എന്ന് നമ്മൾ പറയും. അതായത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളംസ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിവോട്ട് കോളംസ് എന്ന് പറയും, അല്ലെങ്കിൽ ആ വേരിയബിൾസ് ബേസിക് വേരിയബിൾസ് എന്ന് പറയും. എങ്ങനെയാണോ നിങ്ങൾ ഇത് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് ആ രീതി ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ട് മാറ്റണ്ട, കാരണം നിങ്ങൾ ഈ പേപ്പറിൽ എങ്ങനെയാണോ ഇത് പഠിച്ചത് ആ രീതി ഫോളോ ചെയ്ത് പോയാൽ മതി. സോ വീണ്ടും എ എക്സ് ഈക്വൾ ടു ബി എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇപ്പൊ എന്താണ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 0 0 1 ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 x1 വരും, 0 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 x2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0. ഇക്വേറ്റ് ചെയ്യുമ്പോൾ x1 ഈക്വൽ ടു 0 x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ എന്ത് കിട്ടി? സൊല്യൂഷൻ x1ഉം 0 ആണ്, x2ഉം 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? വേരിയബിൾസ് എല്ലാം 0 കിട്ടിയില്ല. സോ v1ഉം v2ഉം എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എല്ലാ പ്രോബ്ലം ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ആ വേരിയബിൾസിന് ഇപ്പൊ എല്ലാം 0, ഏതെങ്കിലും ഒരെണ്ണം നോൺ 0 വാല്യൂ വരും എന്ന് മനസ്സിലായാൽ നമുക്ക് എന്ത് പറയാം, അവിടെ വെച്ച് ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയാം. So second question, v1 is equal to column vector 1 2 3, v2 is equal to column vector 4 5 6, v3 is equal to column vector 2 1 0. Determine if the set v1 v2 v3 is linearly independent. If possible, find a linear dependence relation among v1 v2 v3. So ഈ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് പോസിബിൾ ഫൈൻഡ് എ ലീനിയർ ഡിപെൻഡൻസ് റിലേഷൻ. ഇനി ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ഇനി ഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോസിബിലിറ്റി ഉള്ളൂ. ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ v1 v2 v3 കണക്ട് ചെയ്യുന്ന ഒരു ലീനിയർ ഡിപെൻഡൻസ് റിലേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീനിയർലി ഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ തന്നിരിക്കുന്ന വെക്ടേഴ്സ് v1 v2 v3 തന്നെ പറഞ്ഞാണ്. സോ ഞാൻ മൂന്ന് വേരിയബിൾസ് എടുക്കുന്നു, x1 x2 x3. ഈ കണ്ടീഷൻ x1 v1 പ്ലസ് x2 v2 പ്ലസ് x3 v3 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു. x1 ഇൻറ്റു v1 x2 ഇൻറ്റു v2 x3 ഇൻറ്റു v3 ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ അതേ ഓർഡറിലുള്ള കോളം വെക്ടർ എടുക്കണം. കോളം മെട്രിക്സ് 0 0 0 കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് അറിയാം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ, അതിനുശേഷം ഈ മൂന്ന് ഇക്വേഷൻസ് ഇവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടി. മെട്രിക്സ് നൊട്ടേഷൻ എഴുതിയ എ എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതും. ഫസ്റ്റ് മെട്രിക്സ് കോഎഫിഷ്യൻ മെട്രിക്സ് 1 4 2 2 5 1 3 6 0. ഓക്കെ, x3 ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ x3യുടെ കോഎഫിഷ്യന്റ് 0. ഓക്കെ, x1 ഇൻറ്റു x1 x2 x3 ഇസ് ഈക്വൽ ടു 0 0 0. വേറെ എയും എക്സും ബി ഒക്കെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ ഇത്. നെക്സ്റ്റ് എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. ഇവിടെയും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെയും എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആക്ച്വലി ഇവിടെ മൂന്ന് കോഎഫിഷ്യൻസും 0 ആണ്. സോ അതുകൊണ്ട് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എടുക്കുന്നതിന് പകരം വെറുതെ എ എടുത്ത് റെഡ്യൂസ് ചെയ്താലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ എ എടുത്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് എൻട്രി ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. സോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ 1ന്റെ താഴത്തുള്ള എൻട്രീസ് 0 ആക്കണം. സോ അതുകൊണ്ട് r2 മൈനസ് 2 r1 r3 മൈനസ് 3 r1 ആദ്യം ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താണ്, സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി എന്താണ് ഈ -3. -3 1 ആക്കണം. അതിന് വേണ്ടിയിട്ട് r2 ഡിവൈഡഡ് ബൈ -3 ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ ഈ എൻട്രിയെ 1 ആക്കി. ഇനി അതിന്റെ മേളിലും താഴെയുമുള്ള എൻട്രീസിനെ 0 ആക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ r1 മൈനസ് 4 r2ഉം r2 പ്ലസ് 6 r3 പ്ലസ് 6 r2ഉം ചെയ്യുന്നു. സോ ഇതെന്തായി 1ന്റെ മേളിലും താഴെയും സീറോസ് ആക്കി. ഇനി നമ്മൾ നോക്കിയാൽ തേർഡ് റോയിൽ നോൺ സീറോ എൻട്രീസ് ഒന്നും വരുന്നില്ല, ലീഡിംഗ് നോൺ സീറോ എൻട്രീസ് ആയിട്ട് ഒന്നും വരുന്നില്ല. സോ നമുക്ക് ഇനി ഫർദർ ആയിട്ട് റെഡ്യൂസ് ചെയ്യാനൊന്നുമില്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം 3 വേരിയബിൾസ് ആണുള്ളത്. ആദ്യത്തെ 3 കോളംസ് അതിനെ റെപ്രസെന്റ് ചെയ്യും. കാരണം x1ന്റെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ x1ന്റെ കോഎഫിഷ്യന്റ്, സെക്കൻഡ് കോളത്തിൽ x2ന്റെ കോഎഫിഷ്യന്റ്, തേർഡ് കോളത്തിൽ x3യുടെ കോഎഫിഷ്യന്റ് എഴുതിയല്ല നമ്മൾ മെട്രിക്സ് ഫോം ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് കോളം x1ന്റെയും സെക്കൻഡ് കോളം x2ന്റെയും തേർഡ് കോളം x3. ഇനി നോക്കുക എവിടെയാണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോമിൽ വരിക. x1ന്റെ കോളം നിങ്ങൾ നോക്കിയാൽ 1 0 0 ഒരു 3/3 ഐഡന്റിറ്റി മെട്രിക്സിലെ ഒരു കോളമാണ്. x2ന്റെ കോളം നോക്കിയാൽ 0 1 0 അതും ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളമാണ്.
ഇനി x3യുടെ കോളം നോക്കിയാൽ -2 1 0, അത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളം അല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബേസിക് വേരിയബിൾസ് ഏതൊക്കെയാണ്? x1ഉം x2ഉം ആണ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ബേസിക് വേരിയബിൾസ്. സോ x1ഉം x2ഉം ബേസിക് വേരിയബിളും x3 എന്ന് പറയുന്നത് ഇവിടെ ഫ്രീ വേരിയബിളും ആണ്. ഓക്കെ, അല്ലെങ്കിൽ x1ഉം x2ന്റെ കോളംസ്, ഫസ്റ്റ് 2 കോളംസ് x1ന്റെ x2ന്റെ കോളംസ് പിവോട്ട് കോളംസ് എന്ന് പറയും. അങ്ങനെ therefore each ഇവിടെ x3 ഫ്രീ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ നമുക്ക് കിട്ടും എന്താണ് ഈ ഇക്വേഷൻ എന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. കാരണം x3 ഒരു ഫ്രീ വേരിയബിൾ ആണ്, x3ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. സോ അവിടുന്ന് നമുക്ക് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, എന്നാലും ഞാൻ എഴുതുകയാണ് നോക്കുക. therefore each നോൺ സീറോ വാല്യൂ ഓഫ് x3 ഡിറ്റർമൈൻസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. x3 ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് ഓരോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വേരിയബിൾസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. കാരണം ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ x1 x2 x3 സീറോ ആകണം എപ്പോഴും. പക്ഷേ x3 ഇവിടെ ഫ്രീ വേരിയബിൾ അതുകൊണ്ട് അതിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ വെക്ടേഴ്സ് v1 v2 v3 ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇഫ് പോസിബിൾ ഫൈൻഡ് എ ലീനിയർ ഡിപ്പെൻഡൻസ് റിലേഷൻ. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ v1 v2 v3 കണക്ട് ചെയ്യുന്ന ഒരു ലീനിയർ ഡിപ്പെൻഡൻസ് റിലേഷൻ കണ്ടുപിടിക്കാൻ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ax ഈക്വൽ ടു ബി, ഇവിടെ നമ്മൾ റെഡ്യൂസ് ചെയ്തതിൽ നിന്ന് മെട്രിക്സ് ഇക്വേഷൻ എഴുതി ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കുകയാണ്. ax ഈക്വൽ ടു ബി ഇവിടെ എഴുതിയ a ഇവിടെ എന്താണ് 1 0 -2 0 1 1 0 0 0. So into x1 x2 x3 equal to 0 0 0. Multiply ചെയ്യുമ്പോൾ എന്ത് വരും? x1 minus 2 x3 x2 plus x3 0 equal to 0 0 0. Equate ചെയ്യുന്നു. x1 minus 2 x3 equal to 0, x2 plus x3 equal to 0. Since x3 is a free variable, choose any non-zero value for x3. x3 free variable ആയതുകൊണ്ട് എനിക്ക് ഏത് non-zero value, x3യുടെ ഓരോ non-zero വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സൊല്യൂഷൻ കിട്ടും. ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ x3ക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം. ഞാൻ x3 equal to 5 എന്ന് ജസ്റ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഫ്രം 3, ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ x2 plus x3 equal to 0. സോ x2 equal to minus x3 എന്ന് കിട്ടും. x3യുടെ വാല്യൂ 5 ആണ്, സോ -5 എന്ന് കിട്ടും. സോ അതേപോലെ ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ ഞാൻ ഫ്രം ഇക്വേഷൻ 4 എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ 4 അല്ല, ആക്ച്വലി ഏതാണ് ഇക്വേഷൻ 2 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ തിരുത്തിക്കോണം, ഇക്വേഷൻ 2 ആണ് ഇവിടെ. ഫ്രം ഇക്വേഷൻ 2 നമുക്ക് എന്ത് കിട്ടും? x1 is equal to 2x3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into x3യുടെ വാല്യൂ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ x1ന്റെ വാല്യൂ 10 കിട്ടി, x2ന്റെ വാല്യൂ -5 കിട്ടി, x3 നമ്മൾ ചൂസ് ചെയ്ത വാല്യൂ 5. ഇത് ഒരു സൊല്യൂഷൻ. x3ക്ക് വേറൊരു വാല്യൂ എടുത്താൽ വേറെ സൊല്യൂഷൻ കിട്ടും. എനിവേ ദിസ് ഇസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഏത് ഇക്വേഷൻ ആണ്? x1 v1 plus x2 v2 plus x3 v3 equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ കൊടുത്തിരുന്നു, ഇക്വേഷൻ നമ്പർ 1 എന്ന്. ഇപ്പൊ എനിക്ക് x1 x2 x3 ഒരു വാല്യൂ കിട്ടി, ഞാനത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കാരണം എനിക്കൊരു ലീനിയർ ഡിപ്പെൻഡൻസ് റിലേഷൻ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞു. സോ അതിനുവേണ്ടി അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ x1 x2 x3 ഇപ്പൊ കിട്ടിയ വാല്യൂസ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് ഇൻ 1 വി ഗെറ്റ് ദ ലീനിയർ ഡിപ്പെൻഡൻസ് റിലേഷൻ. x1 10 ആണ്, സോ 10 v1 x2 -5 v2 plus x3 5 ആണ്, 5 v3 equal to 0. ഇതാണ് ഒരു ലീനിയർ ഡിപ്പെൻഡൻസ് റിലേഷൻ. x3ക്ക് വേറൊരു വാല്യൂ കൊടുത്താൽ വേറെ x1 x2 കിട്ടും, അത് വെച്ച് നമുക്ക് ഈ റിലേഷൻസ് എഴുതാം. ഓക്കെ, ഈ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് അടുത്ത് തന്നിരിക്കുന്നത്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ചെക്ക് വെദർ ദ വെക്ടേഴ്സ് 1 -3 0 -2 9 0 0 0 0 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ R3. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇവിടെ ജസ്റ്റ് പേരില്ലാത്ത കാരണം ഞാൻ അതിനെ v1 v2 v3 എന്ന് കൊടുത്തു. x1 v1 plus x2 v2 plus x3 v3 equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു. സോ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ എഴുതുന്നു. ഇവിടെ നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, x3 ന്റെ മൂന്നാമത്തെ വെക്ടർ v3 ഇവിടെ 0 0 0 ആണ്. അത് എഴുതുമ്പോൾ നിങ്ങൾ ഇവിടെ 0x3 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 ഇങ്ങനെ എഴുതണം. അല്ലാണ്ട് ഇതെല്ലാം 0 എന്ന് പറഞ്ഞ് ഇത് എഴുതാതെ, x3യുടെ ഇത് എഴുതാതെ വിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ a എന്ന് പറഞ്ഞ് എടുക്കുന്ന മെട്രിക്സ് 3/3 മെട്രിക്സ് വരണം. അതിന്റെ ഒരു കോളം 0 ആണ്. അതുപോലെ 3 വേരിയബിൾസ് ഇവിടെ വരണം, 3 വെക്ടേഴ്സ് ഇല്ലേ. അതുകൊണ്ട് ഈ x3 എല്ലാം 0 ആണെന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് എഴുതാതെ വിടരുത്. ഓക്കെ, സോ ഈ 0x3 എഴുതണം. 3 ഇക്വേഷൻസ് കിട്ടുന്നു. ax ഈക്വൽ ടു b ഫോമിൽ എഴുതുന്നു. അതിനെ ഞാൻ ഓഗ്മെന്റഡ് മെട്രിക്സ് എടുത്ത് റെഡ്യൂസ് ചെയ്യാണ്, a 0 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഒരു 0 വന്നത്. നിങ്ങൾ അത് എടുക്കണം എന്നില്ല, ഈ b അറ്റാച്ച് ചെയ്തു. സോ ഇത് റെഡ്യൂസ് ചെയ്യുന്നു. ആദ്യത്തെ എൻട്രി 1 തന്നെയാണ്. ഇനി അടുത്ത -3 0 ആക്കാൻ വേണ്ടി R2 ചേഞ്ചസ് ടു R2 plus 3 R1 ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഈ 3 എന്ന് പറയുന്ന എൻട്രിയെ 1 ആക്കണം. സോ അതിന് വേണ്ടി R2 ചേഞ്ചസ് ടു R2/3. ഇനി ഈ 1ന്റെ താഴത്തെ 0 ആണ്, മുകളിൽ -2 0 ആക്കണം. അതിനുവേണ്ടി R1 ചേഞ്ചസ് ടു R1 plus 2 R2. നമ്മൾ നോക്കിയാൽ അറിയാം x1 x2 x3 3 വേരിയബിൾ. അവസാനത്തെ കോളം b ആണ്. ആദ്യത്തെ 2 കോളം ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളമാണ്, മൂന്നാമത്തെ കോളം ഐഡന്റിറ്റി മെട്രിക്സിന്റെ അല്ല. സോ ഇവിടെ x1 x2 ബേസിക് വേരിയബിൾസ്, x3 is a ഫ്രീ വേരിയബിൾ. therefore നമുക്ക് എന്ത് പറയാം? ഇവിടെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഫോർ ഈച്ച് നോൺ സീറോ വാല്യൂ ഓഫ് x3 ഡിറ്റർമിൻസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. സോ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ax ഈക്വൽ ടു b എന്ന് പറഞ്ഞ് വീണ്ടും കണക്ട് ചെയ്യുന്നു. സോ നമുക്ക് x1 x2 0 എന്ന് കിട്ടും, 0 0 0. ദാറ്റ് ഈസ് ഇവിടെ എന്താ കിട്ടുന്നത്? x1 0 x2 0, പക്ഷേ x3 ഫ്രീ വേരിയബിൾ ആണ്.
സോ വി ക്യാൻ ചൂസ് എനി x3ക്ക് ഏത് നോൺ സീറോ വാല്യൂ കൊടുത്താലും x3 ഇവിടെ 0 എടുത്താൽ ട്രിവിയൽ സൊല്യൂഷൻ ആയി പോകും. സോ x3ക്ക് ഏത് നോൺ സീറോ വാല്യൂ എടുത്താലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. സോ x1 ഈക്വൾ ടു 0, x2 ഈക്വൾ ടു 0, ഞാനിപ്പോൾ x3 ഈക്വൾ ടു 1 കൊടുത്താൽ അതൊരു സൊല്യൂഷൻ ആണ്. അതേപോലെ x1 0, x2 0, x3 2 കൊടുത്താൽ അതും ഒരു സൊല്യൂഷൻ ആണ്. ദസ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി നോൺ ട്രിവിയൽ സൊല്യൂഷൻസ്. അതുകൊണ്ട് തന്നെ v1 v2 v3 ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്.